നോമ്പുകാലം 4-ാം ദിവസം. നോട്ടമിന്ന് നമ്മുടെ സംസാരങ്ങളിലേക്കാകട്ടെ. ചേട്ടനെ ഇതിനു മുമ്പ് പള്ളിയിൽ കണ്ടിട്ടില്ലല്ലോ. എന്തോ ആവശ്യത്തിനായി പള്ളിമേടയിലെത്തിയ മനുഷ്യനോട് വികാരിയച്ഛൻ പരിഭവം പറഞ്ഞു. പള്ളിയിൽ വരാൻ മടിയുണ്ടായിട്ടില്ലച്ചോ, പക്ഷേ പുണ്യാളൻ എന്നുള്ള ഇരട്ടപ്പേര് കേട്ട് മതിയായി. ധ്യാനമൊക്കെ കൂടി മദ്യപാനം പൂർണ്ണമായി ഉപേക്ഷിച്ച് പതിയെ പള്ളിയിൽ വരാൻ തുടങ്ങിയപ്പോൾ കള്ളുകുടിക്ക് പണ്ട് അന്തിക്കൂട്ടിരുന്നവരും ഇപ്പോൾ ചായക്കടയിലിരുന്ന് പ്രഭാതം മുതൽ സൊറ പറയുന്നവരും പറയും, ദേ പുണ്യാളൻ വരുന്നു, ദേ പുണ്യാളൻ പോകുന്നു എന്നിട്ട് കളിയാക്കിയുള്ള ഒരു ചിരിയും. ആ പാവം മനുഷ്യൻ പിന്നെ പള്ളിയിൽ വരാതെയായി. എങ്കിലും 1-ാം മണിയടിക്കുമ്പോൾ മുതൽ മുറിയിലെ രൂപത്തിനു മുന്നിൽ തിരിയും കത്തിച്ച് കുർബാന തീരുന്ന സമയം വരെ ആ പാവം കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു. ഈശോയിൽ പ്രിയമുള്ളവരെ, കുറ്റപ്പെടുത്തുന്നവരുടെ ഗണത്തിൽ എന്നെങ്കിലും ഒരു ദിവസം ഞാൻ പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ ദിവസം നാം ആത്മപരിശോധന നടത്തേണ്ടത്. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 9-ാം തിരുവചനത്തിലൂടെ പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു, കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. തുടർന്നുള്ള വചനങ്ങളിൽ പറയുന്നു, വ്യർത്ഥ ഭാഷണത്തിൽ നീ ഏർപ്പെടാതെയിരുന്നാൽ ദൈവം നിന്നെ ഉന്നത സ്ഥലങ്ങളിലേക്ക് സവാരി ചെയ്യിക്കും. മാറ്റത്തിലേക്ക് കടന്നുവരുന്ന മനുഷ്യന്റെ പേരാണ് മത്തായി. എല്ലാവർക്കും വേണ്ടി വിഭവസമൃദ്ധമായ വിരുന്നൊരുക്കുവാനുള്ള ഹൃദയത്തിൻ്റെ വലുപ്പവും അയാൾക്കുണ്ടായി. എന്നാൽ ഈ വിരുന്നിനിടയിൽ അവിടെ എത്തിയ ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തുകൊണ്ട് ചോദിച്ചു. ശിഷ്യന്മാരോടാണ് ചോദ്യം, എന്തുകൊണ്ടാണ് നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടുമൊപ്പമിരുന്ന് അത്താഴം പങ്കിടുന്നത്? ഫരിസേയൻ എന്ന വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയൊക്കെ നമ്മൾ വായിക്കുമ്പോഴും കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും കുറ്റാരോപണങ്ങൾ നടത്തുകയും ചെയ്യുന്ന മനുഷ്യരായിട്ടാണ് നമുക്കവരെ മനസ്സിലാകുക. കൈ കഴുകാതെ അത്താഴം കഴിക്കുമ്പോഴും കതിരുകൾ പറിച്ചു കഴിക്കുമ്പോഴും സാപത്തിൽ സൗഖ്യം കൊടുക്കുമ്പോഴും അടയാളങ്ങൾ പ്രവർത്തിക്കുമ്പോഴും ഈശോ ചെയ്യുന്നതും പറയുന്നതുമായ ഓരോ കാര്യങ്ങളിലും കുറ്റം കണ്ടുപിടിക്കാൻ നിരന്തരം അവർ ഈശോയുടെ പിന്നാലെ ഉണ്ടായിരുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിലും ഇപ്രകാരമുള്ള ചിലരെയെങ്കിലും നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ കുപ്പായം നമ്മളും ധരിച്ചിട്ടുണ്ടാകാം. കുറ്റാരോപണം നടത്തുകയും വ്യർത്ഥഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കും വീടുകളിലേക്കും വരാനിരിക്കുന്ന കൃപകൾ നമുക്ക് നഷ്ടമാവുകയാണ്. ഈ പരീശന്മാരോട് ക്രിസ്തു പറയുന്നുണ്ട്, ആരോഗ്യമുള്ളവർക്ക് വേണ്ടിയല്ല, പാപികൾക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. പാപികളെ കുറ്റപ്പെടുത്താത്ത ക്രിസ്തുവിൻ്റെ മനസ്സ് ഈ നോമ്പുകാലത്ത് നമുക്കും ആർജിച്ചെടുക്കാം. ആമേൻ.